തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ അകലെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ പേര് ഏങ്ങണ്ടിയൂർ എന്നാണ്. ആ സ്ഥലത്തിന് ഏങ്ങണ്ടിയൂർ എന്ന പേര് വന്നതിൻ്റെ പുറകിൽ ഒരു ചരിത്രമുണ്ട്. ആ ഭാഗം മണൽ പ്രദേശമാണ്. തെങ്ങ് നന്നായി വളരും, അല്ല കശുമാവ് നന്നായി വളരും. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം തേങ്ങയും കശുനണ്ടിയും ആയിരുന്നു. അപ്പോൾ തേങ്ങയും കശുനണ്ടിയും, അണ്ടി എന്ന് പറയാം, തേങ്ങയും അണ്ടിയും ധാരാളമായി ഉണ്ടാകുന്ന ഊര് പ്രദേശം എന്നുള്ളതിനൊക്കെ അന്ന് അങ്ങനെയാണ്. ഗുരുവായൂർ, തൃശ്ശൂർ, ഒല്ലൂർ, ആമ്പല്ലൂർ എന്നൊക്കെ ഊര്, ദേശം എന്നുള്ള അർത്ഥം. അപ്പോൾ തേങ്ങയും അണ്ടിയും ധാരാളമായി ഉണ്ടാകുന്ന ഊര് തേങ്ങണ്ടിയൂര്. അങ്ങനെ പറഞ്ഞ് തേങ്ങണ്ടിയൂർ ഏങ്ങണ്ടിയൂരായതാണ് എന്നാണ് ഭാഷാചരിത്രം പറയുന്നത്. ഓരോ സ്ഥലത്തിനും ഇതുപോലെ ഒരു പേര് വീണതിൻ്റെ പുറകിൽ ഒരു ചരിത്രമുണ്ടാവും. അത് ഭാഷ പഠിക്കുന്ന ആളുകൾക്ക് കുറേയൊക്കെ അറിയാൻ പറ്റും. അത് തന്നെ ഒരു വിഭാഗമാണ്, ഭാഷാചരിത്രത്തിൻ്റെ ഒരു വിഭാഗമാണത്. അവിടെ ഒരു മിഷൻ ആശുപത്രിയുണ്ട്. റവറൻഡ് ഫാദർ ഡോക്ടറാണ് അദ്ദേഹം, ആലപ്പാട്ടച്ചനാണ് അതിൻ്റെ ഡയറക്ടർ. അദ്ദേഹം വലിയ ഒരു തിരുഹൃദയ ഭക്തനാണ്, തികഞ്ഞ തിരുഹൃദയ ഭക്തൻ. ഇപ്പോൾ കഴിഞ്ഞ തിരുഹൃദയ വെള്ളിയാഴ്ച അദ്ദേഹം അവിടെ ഒരു 13 മണിക്കൂർ ആരാധന നടത്തി. അതിൻ്റെ സമാപനത്തിൽ ഒരു തിരുഹൃദയ സന്ദേശം കൊടുക്കാനായിട്ട് എന്നെ വിളിച്ചു. ഞാൻ പോയൊരു സന്ദേശം കൊടുത്തു. എന്നെ വിളിക്കാനുള്ള കാരണം അച്ഛനറിയാം ഞാനും ഒരു എളിയ തിരുഹൃദയ ഭക്തനാണ് എന്ന്. ഞാൻ ഈ ഭക്തി വളർത്തിയെടുത്തത്, അല്ല എന്നിലത് വളർന്നു വന്നത് ഞാൻ പഠിച്ച സ്കൂളിൽ നിന്നാണ്. കുഴിക്കാട്ടുശ്ശേരി സെൻറ്റ് മേരീസ് കോൺവെൻറ്റ് സ്കൂളിലാണ് 4ാം ക്ലാസ് വരെ പഠിച്ചത്. അവിടെ ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു തിരുഹൃദയത്തിൻ്റെ ഒരു സ്തംഭം അവിടെ പണിതു. അന്ന് അതിൻ്റെ ചാർജായിരുന്നത് ദേവദാസനായ ഫാദർ ജോസഫ് വിധേയത്തിലാണ്. അന്ന് ഞാൻ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 7 വയസ്സ് പ്രായമുണ്ട്. അന്നൊക്കെ 1ാം ക്ലാസ്സിലാവുമ്പോൾ 7 വയസ്സാവും. ഇന്നിപ്പോൾ 5 വയസ്സിലാണ് കുട്ടികൾ ചേരുന്നത്. അങ്ങനെ അന്ന് മുതൽ ഞങ്ങൾ എല്ലാ ദിവസവും ആ സ്തംഭത്തിൻ്റെ മുൻപിൽ പോയി, അവിടെ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ടൊരു തിരുഹൃദയം ഇങ്ങനെ കൈവിരിച്ച് പിടിച്ച് നിൽക്കുന്ന ഒരു തിരുഹൃദയത്തിൻ്റെ രൂപമുണ്ട്. യേശു കൈ വിരിച്ച് പിടിച്ച് നിൽക്കുന്ന ഒരു രൂപം അതിൻ്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെന്നും അവിടെ പോയിട്ട് പ്രാർത്ഥിക്കും. ഇതിനിപ്പോഴും മുടക്കം വന്നിട്ടില്ല. ഇപ്പോഴും അതിലേ കടന്നു പോകുന്നുവെങ്കിൽ അവിടെ ചെന്ന് അവിടെ വിസിത്ത കഴിക്കുന്നതോടുകൂടി, അന്ന് വിസിത്ത കഴിക്കുക എന്ന് പറയും, വിസിറ്റ് എന്നുള്ള വാക്കിൽ നിന്നാണ് ഈ വിസിത്ത ഉണ്ടായത്. അന്നൊക്കെ കുട്ടികൾ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ പോയി വിസിത്ത കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴൊക്കെ അത് കുറഞ്ഞ് വരികയാണ്. അങ്ങനെ ചെയ്യുന്നവരെയൊക്കെ കളിയാക്കുന്നവർ കൂടി വരികയും ചെയ്യുകയാണ്. അവിടെയാണ് പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് ഒരു കരുത്തുണ്ടാകേണ്ടത്. മൂല്യങ്ങൾക്ക് ഒരു കാരണവശാലും ചോർച്ചയുണ്ടാവാൻ പാടില്ല. ലോകത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ വരാം, പക്ഷേ മൂല്യങ്ങളിൽ മാറ്റമൊന്നും വരാൻ പാടില്ലാത്തതാണ്. അവിടെ പോയി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്നും അങ്ങനെ ചെയ്യുന്നുണ്ട്. എൻ്റെ തൊട്ട് മുന്നിൽ 3-4 വർഷം സീനിയറായിട്ട് അന്ന് ജെയിംസ് പിതാവ്, അന്ന് ചാക്കോച്ചൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ചാക്കോച്ചൻ ചേട്ടൻ പഠിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹവും ഇതിന് വലിയ ഭക്തനാണ്. അദ്ദേഹത്തിൽ നിന്നാണ് ഞാനത് കൂടുതൽ സ്വീകരിച്ചത്. ആലപ്പാട്ടച്ചനും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റാണ്, ജെയിംസ് പിതാവിൻ്റെ സ്റ്റുഡൻ്റാണ്. അങ്ങനെ ഒക്കെ
ജെയിംസ് പിതാവ് ഞങ്ങളോട് പറയാറുണ്ട്, ദിവസവും ഒരു പൂവ് തിരുഹൃദയത്തിൻ്റെ മുൻപിൽ വയ്ക്കണം. നമ്മുടെ ഭക്തിയുടെ ഒരു ബഹിർപ്രകടനമാണ്. പൂവൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു ഇലയെങ്കിലും പറിച്ചു വയ്ക്കണം എന്നൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനതെൻ്റെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ മുറികളിലും തിരുഹൃദയത്തിൻ്റെ ഒരു രൂപം ഞാൻ വയ്ക്കാറുണ്ട്. 100-ലധികം ക്ലാസ് റൂമുകളും ഒരു 500ഓളം ഹോസ്റ്റൽ മുറികളും ഉണ്ട്. അവിടെയൊക്കെ എല്ലായിടത്തും തിരുഹൃദയത്തിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. ആ രൂപം അങ്ങനെ വെച്ചതിൻ്റെ പുറകിലുള്ള ചേതോവികാരം ഇതാണ്. ആ രൂപത്തിൽ 5 പ്രത്യേകതകളുണ്ട്. 5 പ്രത്യേകതകൾ തിരുഹൃദയ ഭക്തരായിട്ടുള്ള എല്ലാവർക്കും ഈ 5 പ്രത്യേകതകൾ ദാനമായി കിട്ടും. ഇതാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസം മാത്രമല്ല, എൻ്റെ അനുഭവവും അത് തന്നെയാണ്. എന്താണ് ഈ 5 പ്രത്യേകതകൾ? നിങ്ങൾ തിരുഹൃദയ രൂപം സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ? പലരും വിചാരിക്കുന്ന പോലെ ആ രൂപത്തെ ആരാധിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. അത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു പടം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ അപ്പനും അമ്മയും മരിച്ചിട്ട് വർഷങ്ങളായി. ഞാൻ എൻ്റെ ആഫീസിൽ 5 മണിക്ക് 5 മിനിറ്റ് ഉള്ളപ്പോൾ വന്ന് എൻ്റെ സീറ്റിലിരിക്കും. ഇരുന്നാൽ നേരെ ചുമരുമ്മ നോക്കിയാൽ കാണുന്നത് അപ്പൻ്റെ അമ്മയുടെയും പടമാണ്. അവരൊരുമിച്ച് ഇരിക്കുന്ന ഒരു പടമാണ്. അപ്പോൾ ഞാൻ അവരെ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പടങ്ങളൊക്കെ നമ്മളെ ഓരോ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പലരും അതിനെയൊക്കെ നിശിതമായി വിമർശിക്കുന്നവരുണ്ട്. അത് മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ എപ്പോഴും എൻ്റെ അപ്പനെയും അമ്മയും ഓർക്കണില്ല, അത് നമുക്ക് സാധിക്കുകയുമില്ല. എന്നാൽ ഈ പടം കാണുമ്പോഴെങ്കിലും നമുക്ക് ഓർമ്മ വരും. അങ്ങനെ ഈ തിരുഹൃദയത്തിൻ്റെ രൂപം അങ്ങനെ വെച്ചിരിക്കുന്നതിൻ്റെ കാരണം ആ തിരുഹൃദയ ഭക്തരെ 5 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ്. നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. ആ രൂപത്തിൻ്റെ താഴെ, ആ ഹൃദയത്തിൻ്റെ താഴെയായിട്ട് 2 തുള്ളി രക്തം ഇറ്റ് വീഴുന്നത് നിങ്ങൾ കാണും. അപ്പോൾ 1 രക്തം. 2 അതിന് ചുറ്റും ഒരു മുൾമുടി കാണും. 3 അതിൽ നിന്ന് പ്രകാശകിരണങ്ങൾ വരുന്നത് കാണും. 4 അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു കുരിശ് കാണും. 5 ഏറ്റവും മുകളിലായിട്ട് ഫയർ, അഗ്നി കാണും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ 5 പ്രതീകങ്ങളാണ്. ഒരു തിരുഹൃദയ ഭക്തന് കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ 5 അനുഗ്രഹങ്ങളുടെ പ്രതീകങ്ങളാണ്. അതാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അന്ന് അവിടെ പങ്കുവെച്ചതും അത് തന്നെ ആയിരുന്നു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, തിരുഹൃദയ വെള്ളിയാഴ്ച കഴിഞ്ഞു, തിരുഹൃദയത്തിൻ്റെ പെരുന്നാൾ കഴിഞ്ഞു, എന്നാലും അത് ഒരു എപ്പിസോഡായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ള ഒരാഗ്രഹം എനിക്ക് വന്നത് അപ്പോഴാണ്. ഇതിൽ നമുക്ക് ആദ്യത്തെ എടുക്കാം. അത് രക്തത്തുള്ളികളാണ്. അത് യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകിയ തിരുരക്തത്തെ സൂചിപ്പിക്കുന്നു. ആ തിരുരക്തത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് നമുക്ക് സംരക്ഷണം തരുന്നു. എന്തിൽ നിന്നുള്ള സംരക്ഷണമാണ്? പിശാചിൻ്റെ പ്രവർത്തനത്തിൽ നിന്നുള്ള, പ്രലോഭനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ്. നമ്മൾ എന്തിനെ എങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. അത് നിങ്ങൾ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകിയാൽ മതി. അപ്പോൾ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം നമുക്ക് കിട്ടും. അതിൻ്റെ ശാസ്ത്രീയത എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഈ യേശുവിൻ്റെ തിരുരക്തം ഇന്നും ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്.
ആ ലുങ്കിനോസ് കുത്തി മുറിവേൽപ്പിച്ചപ്പോൾ മാത്രമല്ല, അത് തുടർച്ചയായി ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരാൾക്ക് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അത് പിശാചാണ്. അപ്പോൾ തിരുരക്തം കൊണ്ട് കഴുകിയ ഒരു വസ്തുവിനെ, ഒരു വ്യക്തിയെ ഒരിക്കലും പിശാച് ആക്രമിക്കില്ല. അപ്പോൾ പിശാചിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ നമ്മളെ തന്നെയോ ഒക്കെ തിരുരക്തം കൊണ്ട് കഴുകുക. പിശാച് ഈ തിരുരക്തം കാണുകയും ആ വ്യക്തിയെ, ആ സാധനത്തെ, ആ ഭാഗത്തെ ആക്രമിക്കാതിരിക്കുകയും ചെയ്യും. പിശാചിൻ്റെ ആക്രമണത്തിൽ നിന്ന് ആണ് നമുക്ക് പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഒരു കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു വ്യക്തി, അവനവൻ്റെ കണ്ണുകളെ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകട്ടെ. കർത്താവായ യേശുവേ, അവിടുത്തെ തിരുരക്തം കൊണ്ട് എൻ്റെ കണ്ണുകളെ കഴുകുന്നു. അവിടെ തിരുരക്തത്തിൻ്റെ സൗഖ്യവും സംരക്ഷണവും നൽകണമേ. ഇതുപോലെ നമുക്ക് എവിടെയൊക്കെയാണോ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നത് അതൊക്കെ കഴുകാം. നമ്മുടെ ചെവിയോ അല്ലെങ്കിൽ കൈകളോ ഒക്കെ പ്രലോഭനങ്ങൾക്ക് ഇടവരുന്നു എങ്കിൽ ആ പ്രലോഭനങ്ങളെ അകറ്റി നിർത്താനായിട്ട് യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് ആ ഭാഗത്തെ കഴുകുക. നിങ്ങൾ വീട്ടിൽ നിന്ന് അകലെയാണ്, വീട് പൂട്ടി നിങ്ങൾ പോന്നിരിക്കുകയാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് വീട് പൂട്ടി പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവായ യേശുവേ, അവിടുത്തെ തിരുരക്തം കൊണ്ട് ഈ ഭവനത്തെ ഞാൻ കഴുകുന്നു. അവിടെ തിരുരക്തത്തിൻ്റെ സൗഖ്യവും സംരക്ഷണവും നൽകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് മുദ്ര വെച്ചാൽ ആ ഭവനത്തെ കാവൽക്കാരില്ലെങ്കിലും ഒരാളും ആക്രമിക്കില്ല. ഇതുപോലെ ഒരു വ്യക്തിയെ, ആ വ്യക്തി പുറത്ത് പോവുകയാണ്, അകലേക്ക് യാത്രയാണ്, തിരിച്ചു അപ്പോൾ പോകുമ്പോൾ നമുക്ക് തിരുരക്തം കൊണ്ട് ഒന്ന് കഴുകാം. കർത്താവായ യേശുവേ, അവിടുത്തെ തിരുരക്തം കൊണ്ട് ഈ മകനെ, ഈ മകളെ, എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ ഞാൻ കഴുകുന്നു. അവിടുത്തെ തിരുരക്തം കൊണ്ട് സൗഖ്യവും സംരക്ഷണവും നൽകണമേ എന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടി ആ വ്യക്തി പുറപ്പെടട്ടെ. തീർച്ചയായിട്ടും എല്ലാ സംരക്ഷണവും കിട്ടും. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നാണ്. നമുക്കറിയോ നമ്മൾ പോകുന്ന സ്ഥലത്ത് എന്തൊക്കെ കുഴപ്പങ്ങളാണോ ഉള്ളത് എന്ന് നമുക്കറിയോ? അറിയില്ല. ഒരു പക്ഷേ നമ്മൾ കയറുന്ന വണ്ടി ഒരു അപകടം നേരിടാൻ പോകുന്നതായിരിക്കാം. ഡ്രൈവറുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ട്രബിൾ കൊണ്ടോ നിങ്ങളെ കഴുകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വണ്ടിയിൽ കയറില്ല. ഇനി നിങ്ങൾ ആ വണ്ടിയിൽ കയറുകയാണ് എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ വാഹനത്തെ, കർത്താവായ യേശുവേ, അവിടുത്തെ തിരുരക്തം കൊണ്ട് ഈ വാഹനത്തെ കഴുകുന്നു. അവിടുത്തെ തിരുരക്തത്തിൻ്റെ സൗഖ്യവും സംരക്ഷണവും നൽകണമേ. നിങ്ങളുടെ ലൈംഗിക അവയവങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ടെംപ്റ്റേഷൻസ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങൾ ഇങ്ങനെ പറയുക, കർത്താവായ യേശുവേ, അവിടുത്തെ തിരുരക്തം കൊണ്ട് എൻ്റെ ലൈംഗിക അവയവങ്ങളെ ഞാൻ കഴുകുന്നു. അവിടുത്തെ തിരുരക്തത്തിൻ്റെ സൗഖ്യവും സംരക്ഷണവും നൽകണമേ. അങ്ങനെ യേശുവിൻ്റെ തിരുരക്തം നമുക്ക് യേശു വില കൊടുത്തതാണ്, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. യേശുവിലുള്ള വിശ്വാസത്തിലൂടെ നമ്മൾ വില കൊടുക്കുന്നുണ്ട്. യേശുവിലുള്ള ഉത്തമമായ വിശ്വാസമാണ് നമ്മൾ അതിന് കൊടുക്കുന്ന വില. ആ വിശ്വാസത്തോടെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംരക്ഷണം കിട്ടും. നിങ്ങളൊരു യാത്ര പുറപ്പെടുകയാണ്, അപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതുപോലെ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുകയാണ്, അപ്പോഴും നിങ്ങൾ ഇങ്ങനെ ചെയ്യാം. ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ 5 മണിക്ക് 10 മിനിറ്റ് മുമ്പുള്ളപ്പോൾ എത്തും. അവിടെ ചെന്നാൽ തിരുഹൃദയത്തിൻ്റെ ഒരു രൂപം അവിടെ വെച്ചിട്ടുണ്ട് പുറത്ത് തന്നെ. അവിടെ നിന്ന് എല്ലാവരെയും, അവിടെ പഠിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും ജോലി ചെയ്യുന്നവരെയും അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളെയും, ഹോസ്റ്റലുകളെ, അവിടെ താമസിക്കുന്നവരെ, ജോലി ചെയ്യുന്നവരെ, അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളെ എല്ലാം ഇതുപോലെ തന്നെ ഇങ്ങനെ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി പ്രൊട്ടക്ഷൻ എടുക്കും. രാത്രിയിൽ എല്ലാ ജോലിയും കഴിഞ്ഞ് പോരുമ്പോൾ അതിനിടയ്ക്ക് പുറത്ത് പല പ്രാവശ്യം പോകും. എന്നാലും അവസാനം ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തിരുഹൃദയത്തിൻ്റെ അവിടെ ചെന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഇതുപോലെയൊക്കെ പ്രാർത്ഥിച്ച് എല്ലാം തമ്മിൽ ഈ രാത്രിയിൽ
ധാരാളം നൈറ്റ് വാച്ച്മാൻമാരുണ്ട്, എല്ലായിടത്തും കൂടി 10-20 പേരുണ്ടാവും. പക്ഷെ ഇവരൊന്നും അല്ല അത് കാത്ത് പരിപാലിക്കുന്നത് എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം വാച്ച്മാൻമാർ കാത്തിരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പോയിട്ട് തമ്പുരാനെ അത് ഏൽപ്പിക്കുന്നത്. തമ്പുരാനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന എല്ലാം പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, ഒരു തിന്മയും അതിന് ഭവിക്കുകയില്ല. ഇത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഉൾക്കൊള്ളണം. രണ്ടാമത് നിങ്ങളവിടെ കാണുന്നത് ഒരു മുൾമുടിയാണ്. ആ മുൾമുടി യേശുവിൻ്റെ തലയിൽ യഹൂദന്മാർ തറച്ച മുൾമുടിയുടെ പ്രതീകമാണ്. ആ മുൾമുടി യേശു ആ സഹനങ്ങൾ സഹിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നിയിട്ടുള്ളത് തലയിലല്ലേ അത് വെച്ചത്. അപ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്ക് ഒക്കെ പരിഹാരമായിട്ടാണത്. പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം. അപ്പോൾ നമ്മുടെ ബുദ്ധിശക്തിയെ ഒക്കെ നമുക്ക് യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകാം. അതൊരിക്കലും തെറ്റായ വഴിയിൽ ചിന്തിക്കാതിരിക്കാനായിട്ട്, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന ഒന്നും അത് ചിന്തിക്കാതിരിക്കാനായിട്ട്, നമുക്ക് തന്നെ ദ്രോഹം വരുന്ന ഒന്നും ചിന്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ തിരുഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അവിടുത്തെ തിരുരക്തം കൊണ്ട് ഒക്കെ കഴുകി അവിടുത്തെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ അതിനെ കാത്തു പരിപാലിക്കണമേ. രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ ഈ പകൽ അതിനെ കാത്തു പരിപാലിക്കണമേ. അപ്പോൾ ഇങ്ങനെ കൂട്ടിച്ചേർക്കും. കഴിഞ്ഞ രാത്രിയിൽ കാത്തു പരിപാലിച്ചതിന് അവിടത്തോട് നന്ദി പറയുന്നു. വൈകുന്നേരം പോകുമ്പോൾ ഈ പകൽ അതിനെ കാത്തു പരിപാലിച്ചതിനുകൊണ്ട് അങ്ങേക്ക് നന്ദി പറയുന്നു എന്നുകൂടി പറഞ്ഞിട്ട് ഏൽപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തമ്പുരാന് കൊടുക്കുന്നതെല്ലാം പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. മൂന്നാമത്തേത് ഒരു കുരിശാണ്. ആ കുരിശ് നമ്മളെ ജീവിതത്തിൽ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ, വേദനകൾ, കഷ്ടപ്പാടുകൾ, പരാജയങ്ങൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ യേശുവിൻ്റെ തിരുഹൃദയത്തിൽ ഇത്രയും വലിയ ഭക്തിയുള്ള ഒരു വ്യക്തിക്ക് പരാജയങ്ങളുണ്ടാവുമോ, ദ്രോഹങ്ങളുണ്ടാവുമോ, ദൈവം എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യില്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. ചെയ്യും, തീർച്ചയായിട്ടും ഈ പരാജയങ്ങളും ഉണ്ടാകും. പക്ഷേ അതിനെയൊക്കെ സ്വസ്ഥതയോടുകൂടി നിരാശ കൂടാതെ സ്വീകരിക്കാനും ആ പരാജയങ്ങളെയും രോഗങ്ങളെയും ഒക്കെ മാറ്റിയെടുക്കാനും നമ്മൾ ചെയ്യേണ്ടത് അവയെല്ലാം യേശുവിൻ്റെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുക. യേശുവിനെ സമർപ്പിക്കുന്ന ഒന്നും അതേപടി തിരിച്ച് നമുക്ക് കിട്ടില്ല. നമ്മൾ കുറവുകളാണ് നമ്മൾ സമർപ്പിക്കുന്നതെങ്കിൽ ഒക്കെ നിറവുകളായി വരും. നിറവുകളാണ് കൊടുക്കുന്നതെങ്കിൽ 10,000 ഇരട്ടിയായി വരും. 2 ഉദാഹരണങ്ങൾ വിശുദ്ധ ബൈബിളിൽ നിന്ന് ഞാൻ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നപ്പോൾ അടുത്ത വീടുകളിൽ പോയിട്ട് വീഞ്ഞു കൊണ്ടുവരൂ എന്നല്ല യേശു അവിടെ പറഞ്ഞത്, വെള്ളം കോരി നിറയ്ക്കുവിൻ എന്നാണ്. വെള്ളമെന്ന് പറയുന്നത് നിറമോ മണമോ ഗുണമോ വീര്യമോ രുചിയോ ഒന്നുമില്ലാത്ത, ലഹരിയോ ഒന്നുമില്ലാത്തതാണ്. അത്തരത്തിലുള്ള വസ്തുവിനെയാണ് യേശു ഗുണവും മണവും വീര്യവും രുചിയും ഒക്കെ ഉള്ളതാക്കി മാറ്റിയത്. യേശു അതിലൂടെ നമ്മളോട് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട്. മകനെ, മകളെ, നീ ഈ വെള്ളം പോലെ നിറമോ മണമോ ഗുണമോ വീര്യമോ രുചിയോ ലഹരിയോ ഒന്നുമില്ലാത്തവനാകാം, ഇല്ലാത്തവളാകാം. പക്ഷെ നീ അത് മുഴുവൻ എനിക്ക് സമർപ്പിക്കൂ. ഞാനതിനെ നിറവും മണവും ഗുണവും വീര്യവും രുചിയും ലഹരിയുമുള്ള മേൽത്തരം വസ്തുവാക്കി മാറ്റാം. ഇതുപോലെ തന്നെയാണ് അപ്പം വർദ്ധിപ്പിച്ചത്. അപ്പം അവിടെ നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ച് വാങ്ങിയതിന് അർത്ഥമുണ്ട്. യേശുവിന് അതല്ലാതെ അത്ഭുതം ചെയ്യാൻ കഴിയുമായിരുന്നു. നമ്മളിലുള്ള വസ്തുക്കൾ എടുത്തിട്ടാണ് യേശു അവിടെ അത്ഭുതം ചെയ്തത്. അപ്പം നിൻ്റെ കുറവുകളെയൊക്കെ എൻ്റെ കയ്യിൽ തരൂ, നിൻ്റെ വേദനകളെ എൻ്റെ കയ്യിൽ തരൂ, ഞാൻ വേദനകളെയൊക്കെ മാറ്റിത്തരാം, അത് സന്തോഷമാക്കി മാറ്റിത്തരാം. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ തിരുഹൃദയ ഭക്തനാണെങ്കിലും ഭക്തനല്ലെങ്കിലും ജീവിതത്തിൽ ദുരിതങ്ങളുണ്ടാകും. 91 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ കഷ്ടതകളിൽ സംരക്ഷണമേകും. കഷ്ടതകൾ വല്ലതും ഉണ്ടെങ്കിൽ എന്നല്ല, ഉണ്ട്, ഉറപ്പാണ്, എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. പക്ഷെ ഒരു തിരുഹൃദയ ഭക്തന് അത് തിരുഹൃദയത്തിൽ സമർപ്പിക്കാനുള്ള ഒരു
ആഗ്രഹമുണ്ടാവും, അതിനുള്ള തയ്യാറെടുപ്പുണ്ടാവും. അവനത് അങ്ങനെ സമർപ്പിക്കുന്നതോടുകൂടി അവയെല്ലാം നന്മകളാക്കി മാറ്റപ്പെടും. ഇനിയുള്ളത് അഗ്നിയാണ്. അഗ്നി എന്തിനുള്ളതാണ്? അഗ്നി മാലിന്യങ്ങൾ ചുട്ട് ചാമ്പലാക്കാനും അതിലൂടെ പ്യൂരിറ്റി നേടാനുമാണ്. നമുക്കറിയാം, സ്വർണ്ണപ്പണിക്കാർ ആദ്യം തന്നെ അത് ചിരട്ടക്കരിയിലോ കൽക്കരിയിലോ അത് ഉരുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഹൈ ടെമ്പറേച്ചർ എത്തുമ്പോൾ അതിലുള്ള മാലിന്യങ്ങൾ, കോപ്പർ, സിങ്ക്, അങ്ങനെ വല്ലതൊക്കെ ഉണ്ട്, എന്ത് മാലിന്യം ഉണ്ടെങ്കിലും അതെല്ലാം കത്തി ഓക്സൈഡായി അത് ബാഷ്പീകരിച്ച് പോകും. പിന്നെ അതിൽ കിടക്കുന്നത് സ്വർണം മാത്രമായിരിക്കും. സ്വർണം ബാഷ്പീകരിക്കാനുള്ള ടെമ്പറേച്ചർ എത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് സ്വർണം ബാഷ്പീകരിച്ച് പോകില്ല, ബാക്കിയുള്ള മാലിന്യങ്ങളാണ് ബാഷ്പീകരിച്ച് പോകുന്നത്. ഇത് തന്നെയാണ് തിരുഹൃദയ ഭക്തന് ലഭിക്കുന്ന വലിയ ഭാഗ്യം. തിരുഹൃദയ ഭക്തനായാലും അല്ലെങ്കിലും നമ്മളൊക്കെ ഓരോരോ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. തിരുഹൃദയ ഭക്തന് ആ പാപങ്ങളൊക്കെ ബാഷ്പീകരിച്ച് പോകാനുള്ള അവസരം തമ്പുരാൻ ഒരുക്കും. അനുതാപത്തിലൂടെ കുമ്പസാരം നടത്തുകയും അതിലൂടെ അവൻ്റെ മാലിന്യങ്ങളെല്ലാം ബാഷ്പീകരിച്ച് പോകാൻ ഇടവരുകയും ചെയ്യും. ഒരു ചെറിയ പാപം ചെയ്താലും ഉടനെ കുമ്പസാരിക്കണം എന്നുള്ള ഒരു ചിന്ത, അത് ഒരു തിരുഹൃദയ ഭക്തനാണ് നിഷ്പ്രയാസം ലഭിക്കുക. അവന് ചെറിയ പാപം ചെയ്താൽ അടുത്ത ആഴ്ചയാവട്ടെ, കഴിഞ്ഞ ആഴ്ചയിലല്ലേ കുമ്പസാരിച്ച് അച്ഛനോട് പറഞ്ഞാൽ എന്താവും, അച്ഛൻ എന്താ വിചാരിക്കുക, അങ്ങനെയൊക്കെ ചിന്തിക്കില്ല. തിരുഹൃദയ ഭക്തന് മനസ്സിലാകും, ഇത് അച്ഛനോടല്ല പറയുന്നത്, ഇത് പൂർണ്ണദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശുവിനോടാണ് നമ്മൾ പറയുന്നത്. അത് എൻ്റെ പാപം അവിടുന്ന് അപ്പോൾ മോചിപ്പിച്ച് തരും. ആ ഫയർ അതിനെ സൂചിപ്പിക്കുന്നു. ഒരു തിരുഹൃദയ ഭക്തൻ്റെ ലക്ഷണങ്ങളിൽ ഒന്ന്, നമുക്ക് കാണാവുന്ന ലക്ഷണങ്ങളിൽ ഒന്ന് ഇതാണ്. അവൻ ഒരു ചെറിയ പാപം ചെയ്താൽ അപ്പോൾ കുമ്പസാരിക്കും. പാപത്തിൻ്റെ ടെംപ്റ്റേഷൻ ഉണ്ടാകുമ്പോഴും അവൻ പോയി കുമ്പസാരിക്കും. കുമ്പസാരിച്ച് കഴിയുമ്പോൾ യേശുവിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകുകയാണ്. യേശു സ്ഥാപിച്ച സഭയിലൂടെ, ആ സഭയുടെ അഭിഷിക്തനായ വൈദികനിലൂടെ ഒരു കൃപ നമ്മളിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ആ ടെംപ്റ്റേഷനൊക്കെ പോയി കിട്ടും. കുമ്പസാരിച്ച് പാപം ചെയ്തിട്ട് മാത്രമല്ല കുമ്പസാരിക്കേണ്ടത്, വല്ലാതെ ടെംപ്റ്റേഷൻ വരുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകും. അതൊരു പക്ഷേ നമ്മൾ തിരിച്ചറിയാഞ്ഞിട്ടാവും, ഇതൊരു ടെംപ്റ്റേഷനാണ് എന്നൊക്കെ തിരിച്ചറിയാഞ്ഞിട്ടാവും. അങ്ങനെ ഒരു ഇതൊക്കെ വരുമ്പോൾ നമ്മൾ പോയിട്ടൊന്ന് കുമ്പസാരിക്കുക. അച്ഛനോട് പറയുക, ഇത്രേ പറയണ്ടോ, വല്ലാതെ ടെംപ്റ്റേഷൻ വരുന്നു, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ നമുക്ക് കുമ്പസാരിക്കാം. അതുകൂടി അതൊക്കെ അതിൻ്റെ മോർ ആൻഡ് മോർ റിഫൈൻഡ് ആയിട്ടുള്ള തലത്തിലേക്ക് പോകുമ്പോഴാണ്. മനസ്സിലായോ? വിശുദ്ധന്മാരൊക്കെ അങ്ങനെയൊക്കെ കുമ്പസാരിച്ചിരുന്നതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് പറയുന്നത്. ഇനിയും ഒരു കാര്യം കൂടിയും അതിലുണ്ട്, അതാണ് പ്രകാശക്കതിരുകൾ ഇങ്ങനെ വരണത് കാണാം. അത് പരിശുദ്ധാത്മാവിനെ ദ്യോതിപ്പിക്കുന്നതാണ്, സൂചിപ്പിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിനെ ഒരു തിരുഹൃദയ ഭക്തന് കിട്ടുന്ന വലിയ ഗുണങ്ങളിലൊന്ന്, അനുഗ്രഹങ്ങളിലൊന്ന്, അവനെപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാവും. അവൻ്റെ പ്രവൃത്തികൾ പരിശുദ്ധാത്മാവായിരിക്കും നിയന്ത്രിക്കുന്നത്, അവനല്ല. എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള ആ അറിവ്, തിരിച്ചറിവ്, അത് പരിശുദ്ധാത്മാവ് ഒരു തിരുഹൃദയ ഭക്തന് കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ചെറിയ മെസ്സേജിലൂടെ നിങ്ങൾക്ക് തിരുഹൃദയത്തിൻ്റെ വലിയ ഭക്തരായി തീരാനും അതിലൂടെ ഈ അനുഗ്രഹങ്ങളൊക്കെ നേടാനും ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.